ഹായ് എവരിവൺ, ക്യൂബിറ്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ALP അസിസ്റ്റൻറ്റ് ലോഗോ പൈലറ്റിൻ്റെ എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഈ ഒരു എക്സാമിന് ഏതൊക്കെ റീജിയനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ എക്സാമിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു എക്സാം ഡേറ്റ് വന്നത്, ഓപ്പണിംഗ് ഡേറ്റ് ജനുവരി 20 വന്ന ഒരു എക്സാമാണ്. അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 19 ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ടോട്ടൽ വേക്കൻസീസ്, ഈ ഒരു എക്സാമിന് ടോട്ടൽ വേക്കൻസീസ് 5696 വേക്കൻസികളുണ്ട്. അതേപോലെ ഇനീഷ്യൽ പേ ആയിട്ട് ഈ ഒരു എക്സാമിന് നമുക്ക് ഈ ഒരു പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് 20,000 ആണ്. ഓക്കെ, അതേപോലെ ഏജ് റിലാക്സേഷൻ വരുന്നത് 18 to 33 ഇയേഴ്സ് വരെയാണ് കേട്ടോ. 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. അതേപോലെ ഈ ഏജ് റിലാക്സേഷൻ പറയുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് ടോട്ടൽ 5 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ OBC കാറ്റഗറി ആണെങ്കിൽ 3 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷനും, അതേപോലെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 3 ഇയേഴ്സ്, 6 ഇയേഴ്സ്, 8 ഇയേഴ്സ് എന്നിങ്ങനെയുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട്. അതേപോലെ ടോട്ടൽ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 18 to 33 ഇയേഴ്സ് വരെയാണ്. അപ്പോൾ 1991 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് 1991 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതേപോലെ 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സാമിന് ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 10th അതേപോലെ ITI ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് ഫീസ് സ്ട്രക്ചർ വരുന്നത് 500 റുപ്പീസാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നത്. അതേപോലെ SC/ST കാറ്റഗറിക്കുള്ളവർക്ക് 250 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ടോട്ടൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ ടോട്ടൽ വരുന്ന ക്വസ്റ്റ്യൻസ് 75 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 60 മിനിറ്റ്സിൽ 75 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 മാർക്കാണ് നെഗറ്റീവ് മാർക്ക് ആയിട്ടുള്ളത്. ടോട്ടൽ 75 ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കും, അതേപോലെ നെഗറ്റീവ് മാർക്ക് 1/3 മാർക്കുമാണ് വരുന്നത്. അതേപോലെ ഈ ഒരു CBT 1 വരുന്ന സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ്, അതേപോലെ മെൻ്റബിലിറ്റി. മാത്തമാറ്റിക്സിൽ വരുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാത്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM SCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻസ്, കലണ്ടർ, ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മാത്സിൽ വരുന്നത്. അതേപോലെ മെൻ്റൽ എബിലിറ്റി റീസണിങ്ങിൽ വരുന്നത് അനലോജീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, സഫിഷ്യൻസി, കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് അസംഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്സും മെൻ്റബിലിറ്റീസുമായുള്ള വരുന്ന സിലബസ്. ഇതേപോലെ ജനറൽ സയൻസിൽ വരുന്ന ടോപ്പിക്സ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ആണ്. 10th സ്റ്റാൻഡേർഡ് ലെവലിൽ വരെയുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതേപോലെ ജനറൽ അവെയറൻസിൽ വരുന്നത് കറണ്ട് അഫെയർസ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CBT 1 ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. അതേപോലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. 100 ക്വസ്റ്റ്യൻസ്, അതേപോലെ 90 മിനിറ്റ്സിനാണ്. ഈ സെക്കൻഡ് സ്റ്റേജ് 2 പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് പാർട്ട് A, അതേപോലെ പാർട്ട് B എന്ന് പറഞ്ഞ 2 പാർട്ടാണ്. അപ്പം പാർട്ട് Aയിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും ടോട്ടൽ 90 മിനിറ്റ്സ് കൊണ്ട് അറ്റൻഡ് ചെയ്യണം. അതേപോലെ പാർട്ട് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് CBT 2 കാറ്റഗറൈസേഷൻ വരുന്നത്. ഇപ്പോഴും മാർക്ക് എല്ലാം ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നോക്കുന്നത് CBT 2 കാറ്റഗറിയിൽ തന്നെയാണ്. ഓക്കെ, അതേപോലെ പാർട്ട് Aയിൽ CBT 2 പാർട്ട് Aയിൽ വരുന്ന സിലബസ് മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആൻഡ് ബേസിക് സയൻസ്, ഇങ്ങനെ 3 സിലബസ് ആണ് പാർട്ട് Aയിൽ വരുന്നത്. അപ്പോൾ ഈ പാർട്ട് Aയിൽ നമ്മൾ പാർട്ട് 1 നോക്കിയ CBT 1 ഏകദേശം സിലബസ് തന്നെയാണ് ഇതിലും വരുന്നത്. മാത്തമാറ്റിക്സിൽ വരുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് മാത്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM SCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, percentage, mensuration, time and work, time and distance, simple and compound interest,
പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജോമെട്രി, ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക് പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത് CBT 1ലുള്ള സെയിം സിലബസ് തന്നെയാണ് ഏകദേശം വരുന്നത്. അനലോജീസ്, ആൽഫബറ്റിക് ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോജിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻസ് ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് അസംഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ജനറൽ ഇൻ്റലിജൻസിലും വരുന്നത്. നെക്സ്റ്റ് ബേസിക് സയൻസിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ITയിലെ ഏത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ബേസിക് സയൻസിൽ വരുന്നത്. അതേപോലെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ദ ബ്രോഡ് ടോപ്പിക്സ് ദാറ്റ് കവേർഡ് അണ്ടർ ഷാൾ ബി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രോജക്ട്സ്, വ്യൂസ്, drawing instruments, lines, geometry figures, symbolic representations, units, measurements, mass, weight, density, next energy, speeds and velocity, heat and temperature, basic electricity, levers, simple machines, occupation, safety and health, environmental education, IT literacy, etc. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പാർട്ട് ബിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് ബിയിൽ ITI ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. ഓക്കെ, ഏതൊക്കെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക? പാർട്ട് ബിയിലുണ്ടാവുക. അതേപോലെ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആണ് എന്നനുസരിച്ചിട്ട് അതേപോലുള്ളതാണ് CBT 2 ഉണ്ടാവുക. CBT 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നേരെ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, വയർമാൻ, ആർമേച്ചർ ആൻഡ് കോയിൽ വിൻഡർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണൽ മെക്കാനിക്. ഇത്രയും ടോപ്പിക്സ് ആണ്, സബ്ജക്റ്റുകളാണ് ഏതിലുണ്ടാവുക? ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത സ്ട്രീംസിലുള്ളവർക്ക് ഉണ്ടാവുക. അതേപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് ആൻഡ് മെക്കാനിക്, റേഡിയോ ആൻഡ് TVൻ്റെ മെക്കാനിക്, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ്. അതേപോലെ തേർഡ് വൺ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തവർക്കാണെങ്കിൽ നേരെ സബ്ജക്റ്റുകൾ വരുന്നത് ഫിറ്റർ, അതേപോലെ മെക്കാനിക്, ട്രാക്ടർ മെക്കാനിക്, അതേപോലെ ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻസ് ആൻഡ് എയർ കണ്ടീഷനിങ്, മെക്കാനിക്, ഹീറ്റ് എൻജിൻ, മെയിൻ്റെനൻസ് മെക്കാനിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന സിലബസ് മെക്കാനിക്, അതേപോലെ ട്രാക്ടർ മെക്കാനിക്, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എൻജിൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ഇത്രയും കാര്യങ്ങളാണ് CBT 2ലെ പാർട്ട് ബിയിൽ വരുന്ന സിലബസും കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഏതൊക്കെ റീജിയനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വേക്കൻസീസ് പറയുകയാണെങ്കിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ബാംഗ്ലൂർ ഒന്നുണ്ട്. ബാംഗ്ലൂരിൽ വേക്കൻസി ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 473 വേക്കൻസിയോളം വരുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ട്രിവാൻഡ്രം ഉണ്ട്. ട്രിവാൻഡ്രം 70 വേക്കൻസിയാണ്. അതേപോലെ ചെന്നൈയിൽ ടോട്ടൽ 148 വേക്കൻസിയാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ബിലാസ്പൂരാണ്. ബിലാസ്പൂരിൽ ടോട്ടൽ 119 വേക്കൻസീസ് ഉണ്ട്. അപ്പം കേരള റീജിയൻസ് ഉള്ളവർ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഇത്രയും റീജിയൻസിലാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക.